ഹേയ് സിനിഫൽസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് സിനിമ അപ്ഡേറ്റ് ഉണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ് നമ്മുടെ ദൃശ്യം 3നെ പറ്റിയാണ്. നമ്മുടെ ദിച്ചു ജോസഫ് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ദൃശ്യം 3 അങ്ങനെ ഏപ്രിൽ മാസം എത്തും. ഏകദേശം ഫസ്റ്റ് വീക്കിൽ തന്നെയായിരിക്കും സിനിമ വരിക. നമ്മുടെ പ്രേക്ഷകരോട് പറഞ്ഞിരിക്കുന്നത് ഒരുപാട് എക്സ്പെക്റ്റേഷൻ വേണ്ട എന്നാണ്. അപ്പോൾ എന്തായാലും നമുക്കൊരു ലോ എക്സ്പെക്റ്റേഷനിൽ ദൃശ്യം 3 പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും ദൃശ്യം 3ക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം. ദൃശ്യം 3യുടെ ഒപ്പം തന്നെ ക്ലാഷ് വെക്കാൻ പോകുന്ന ഒരു ചിത്രമാണ് നമ്മുടെ പാട്രിയോട്ടിൻ്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. പാട്രിയോട്ട് ഏപ്രിൽ മാസം തന്നെയാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. ഏകദേശം ഒരു 23-ാം തീയതിയാണ് ഇപ്പോൾ വരുന്ന ഡേറ്റ്. ഒഫീഷ്യൽ അല്ല എങ്കിലും ഒഫീഷ്യൽ ഡേറ്റിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ രണ്ടും ഒരുമിച്ച് വന്നാൽ എന്തായാലും ഒരു ഗംഭീര ക്ലാഷ് തന്നെ ആയിരിക്കും. ദൃശ്യം 3 എന്നാലും ഫസ്റ്റ് വീക്കിൽ തന്നെ വരും. ഇത് ഏകദേശം ഒരു മിഡ് ആകുമ്പോൾ തരും. അപ്പോൾ എന്തായാലും നമുക്ക് രണ്ടിൻ്റെ അപ്ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അടുത്ത നമ്മുടെ ജയസൂര്യ അടുത്തായിട്ട് വലിയൊരു കംബാക്ക് നടക്കുന്ന ചിത്രം തന്നെയായിരിക്കും ആട് 3. സിനിമയുടെ പാക്കപ്പ് ഇന്ന് പാക്കപ്പ് ചെയ്യും. ഇനി ബാക്കിയൊക്കെ നമ്മുടെ ആട് 3യുടെ അപ്ഡേറ്റ്സൊക്കെ ഇനി വരാൻ കിടക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നെന്തായാലും പാക്കപ്പ് ചെയ്യും. ബാക്കി അപ്ഡേറ്റ്സിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. എൻ്റെ മുൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മമ്മൂക്ക അടുത്തായിട്ട് ജോയിൻ ചെയ്ത സെറ്റാണ് നമ്മുടെ രഞ്ജിത്ത് ചിത്രം. സിനിമയിൽ പ്രധാനമായിട്ട് ഇത് നമ്മുടെ പ്രകാശ് വർമ്മയാണ്, അതായത് തുടരുന്നിലെ ജോർജ് സാറ്. അപ്പോൾ എന്തായാലും പുള്ളിക്ക് കഴിഞ്ഞാടാൻ പറ്റിയൊരു സിനിമ തന്നെ ആവട്ടെ. നമ്മുടെ മമ്മൂക്ക ഇതിലൊരു ക്യാമി ചെയ്യുന്നുണ്ട്, ഏകദേശം ഒരു 15 മിനിറ്റ് അത്രത്തോളം ഉണ്ട്. അപ്പോൾ നമ്മുടെ കരികാമൂരി ഷൺമുഖം എന്നാണ് മമ്മൂക്കയുടെ കഥാപാത്രത്തിൻ്റെ പേര്. എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മുടെ ബ്ലാക്ക് എന്ന അദ്ദേഹത്തിൻ്റെ പഴയകാല ചിത്രത്തിലെ ഒരു കഥാപാത്രം തന്നെയാണ്. അതിൻ്റെ ഒരു 2.0 വെർഷൻ അല്ലെങ്കിൽ അതൊരു റീക്രിയേഷൻ പോലത്തെ ഒരു സംഭവം തന്നെ ആവും. എന്തായാലും അപ്പോൾ മമ്മൂക്കയുടെ ആ പരിപാടികളൊക്കെ എന്തായാലും ഗംഭീരമാകട്ടെ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഏറ്റവും അവസാനം എത്തിയപ്പോൾ നമ്മുടെ ദളപതി ചിത്രത്തിന് ഒരു പണി കിട്ടിയിരിക്കുകയാണ്. സിനിമയുടെ സെൻസറിങ് കഴിഞ്ഞുകൊണ്ട് ഒരു 3 മണിക്കൂർ 3 മിനിറ്റാണ് സിനിമയുടെ ഡ്യൂറേഷൻ. നമ്മുടെ 10 മിനിറ്റ് ആയിരിക്കും നമ്മുടെ ഏകദേശം ലാസ്റ്റ് ഒരു 10 മിനിറ്റൊക്കെ നമ്മുടെ ഫാൻസിന് വേണ്ടിയുള്ള കുറച്ച് പരിപാടിയായിരിക്കും. സിനിമയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സൗദി അറേബ്യയിലെ സിനിമയ്ക്ക് ബാൻ കിട്ടിയിരിക്കുകയാണ്. എന്തായാലും അവർ റീസെൻസറിനൊക്കെ അപ്ലൈ ചെയ്യും. ഇപ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നടത്തുന്നുണ്ട്. കാരണം സിനിമയുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. എന്നാലാണ് അവർക്ക് നമുക്ക് 9-ാം തീയതി ഷോ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ആ പ്രശ്നങ്ങളൊക്കെ മാറട്ടെ. 9-ാം തീയതി തന്നെ സിനിമയുടെ റിലീസ് ഉണ്ടാവട്ടെ. നമ്മുടെ മെർസലിനും ഇതുപോലെ സമാനമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. ഏകദേശം തലേ ദിവസമൊക്കെയാണ് സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടിയത്. അപ്പോൾ എന്തായാലും ദളപതി ചിത്രത്തിന് എന്തായാലും റിലീസ് ചെയ്യട്ടെ. അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രമാണ്. അപ്പോൾ നിങ്ങളാരൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവർ എന്തായാലും കമൻറ്റ് ചെയ്യുക. ദളപതിയോടൊപ്പം 9-ാം തീയതി തന്നെ ക്ലാഷ് വെക്കുന്ന ചിത്രമാണ് നമ്മുടെ പ്രഭാസിൻ്റെ രാജാസാബ്. സിനിമയുടെ സെൻസറിങ് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. സിനിമയ്ക്കും US സർട്ടിഫിക്കറ്റാണ് ലഭിച്ചിരിക്കുന്നത്. ഏകദേശം 3 മണിക്കൂർ 9 മിനിറ്റ്സിൻ്റെ സിനിമയുടെ ഡ്യൂറേഷൻ. 2 ടെലിവിഷൻ പ്രീമിയർ അപ്ഡേറ്റ് ഉണ്ട്. ആദ്യത്തെ നമ്മുടെ ഫെമിനിസ്റ്റ് ഫാത്തിമ എന്ന സിനിമ ഈ വരുന്ന ജനുവരി 11-ാം തീയതി മഴവിൽ മനോരമയുടെ വൈകിട്ട് 6:30 സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും. അടുത്ത നമ്മുടെ ലാലേട്ടൻ്റെ ഹൃദയപൂർവ്വം എന്ന സിനിമ നമ്മുടെ ഏഷ്യാനെറ്റിലൂടെ ഈ വരുന്ന ജനുവരി 25-ാം തീയതി രാത്രി 7 മണിക്ക് സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ടോക്സിക്കിൻ്റെ അടുത്തൊരു ക്യാരക്ടർ പോസ്റ്റർ വന്നിട്ടുണ്ട്. അത് നമ്മുടെ രുക്മിണി വാസന്തിൻ്റെയാണ്. അത്യാവശ്യം ഒരു കിടിലം പോസ്റ്ററാണ്. ഏകദേശം 5ഓളം നായികയാണ് നമ്മുടെ ടോക്സിക് എന്ന സിനിമയിലുള്ളത്. അപ്പോൾ ഇതുപോലത്തെ OTT വാർത്തകളും റിവ്യൂസൊക്കെ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.